ഈ പയ്യന് ജനിക്കുമ്പോൾ തന്നെ ഹാർട്ടിലൊരു പ്രോബ്ലം ആയിട്ടാണ് ജനിക്കുന്നത്. അവൻ്റെ ഹാർട്ട് വളരെ വീക്കാണ്. അവൻ്റെ കുട്ടിക്കാലം തന്നെ ഹോസ്പിറ്റൽ, വീട്, മരുന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവൻ വളർന്ന് വലുതായി വന്ന സമയത്തും ഇവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് ഓരോ ദിവസം ചെല്ലുന്തോറും ആ കണ്ടീഷൻ മോശമായിട്ട് വരുന്നുണ്ടായിരുന്നു. അവന് അടിക്കടി അവൻ്റെ ഹെൽത്ത് വീക്കാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ഇവനിങ്ങനെ ഇവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൽ മെസ്സേജ് അയച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനൊരു ചെസ്റ്റ് പെയിൻ വരികയും അവൻ അങ്ങനെ തന്നെ ഫെയിൻ്റായിട്ട് ബെഡിലോട്ട് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല. അവൻ്റെ ജോലി കാര്യങ്ങളിലൊക്കെ എപ്പോഴും ബിസി ആയിരിക്കും. അവന് ഓവർ സ്ട്രെസ്സ് വരിക അല്ലെങ്കിൽ ഇമോഷണലി വീക്കാവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അവൻ്റെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് ഡോക്ടർ പ്രത്യേകം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിലൊക്കെ അവന് ശ്വാസം എടുക്കാനൊക്കെ വല്ലാത്ത രീതിയിൽ അവൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അവൻ റെഗുലറായിട്ട് ഡെയിലി കുഞ്ഞുനാൾ തൊട്ടേ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് തന്നെ അവന് ഒരു മെഡിസിനോടൊക്കെ തന്നെ ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അസിസ്റ്റൻ്റ് അവന് മെഡിസിൻ എടുത്ത് കൊടുക്കുന്ന സമയത്തൊക്കെ അവൻ വളരെ ഒരു വെറുപ്പോടു കൂടിയും മടുപ്പോടു കൂടിയും ഒക്കെ ആയിരുന്നു ആ മെഡിസിൻ കഴിച്ചു കൊണ്ടിരുന്നത്, വേറെ വഴിയില്ലാതെ. കാരണം അവന് ഒരു തവണ പോലും മെഡിസിൻ കഴിക്കുന്നത് മുടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ അവന് ഇഷ്ടമില്ലെങ്കിലും അവന് കഴിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് പെട്ടെന്നൊരു ക്ഷീണം പോലെ വരികയും അവൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പോകാൻ നോക്കുമ്പോൾ അവന് പെട്ടെന്ന് നെഞ്ചിൽ വേദന വരികയും അവൻ തറയിലോട്ട് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ ടേബിൾ തുറന്നിട്ട് അവൻ മെഡിസിൻ എടുത്ത് കഴിക്കുന്നുണ്ട്. അവൻ്റെ ഗേൾ ഫ്രണ്ട് വിളിക്കുന്ന സമയത്ത് അവൻ്റെ പെയിനൊന്നും പുറത്ത് കാണിക്കാതെ കടിച്ച് പിടിച്ചിട്ട് അവളടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ പെയിനൊക്കെ കൺട്രോൾ ആവുന്നുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായപ്പോഴത്തേക്കും ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവനെ നിർബന്ധിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവൻ്റെ ബ്രദറിന് വീഡിയോ കോളൊക്കെ വിളിച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ ഓക്കെയാണ്, നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ വിസിറ്റിങ്ങിന് വരുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് ബ്ലഡ് വോമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഡോക്ടർ എമർജൻസി ആയിട്ട് നഴ്സിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ഓക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ വീക്കായി. അവൻ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഗേൾ ഫ്രണ്ടിന് ഫോണിൽ മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തതിന്, ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മെസ്സേജ് അയച്ചതിന് ശേഷം അവൻ്റെ ബോധം പെട്ടെന്ന് പോവുകയും അവൻ ഫെയിൻ്റായിട്ട് വീഴുകയും അവൻ്റെ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് അവനെ ഓപ്പറേഷൻ റൂമിലോട്ട് കയറ്റുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവൻ വീണ്ടും നോർമൽ ലൈഫിലേക്ക് വരികയാണ്. താങ്ക് യു.